പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തൊരു കണക്ഷനാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയും സുവിശേഷം തമ്മിലൊന്ന് ആലോചിച്ചു പോവായിരുന്നു. ഒന്ന് ഒരുമിച്ചിരുന്നൊന്ന് വായിച്ചു നോക്കണം. ഒന്നാമത്തെ വായനയിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും, വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ്സു തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. സുവിശേഷത്തിൽ ഉടനെ തന്നെ വരണം, എന്നിട്ട് ആ ഒരു മനുഷ്യൻ്റെ നിലവിളി കേൾക്കണം. കർത്താവെ, അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. കർത്താവ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ മതിയല്ലോ. പക്ഷേ ഒന്നാമത്തെ വായനയിൽ സൂചിപ്പിക്കുന്നത് പോലെ പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ എൻ്റെ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവൻ. അങ്ങനെ കർത്താവ് വേറെ ഒന്നും നോക്കാതെ, ശരിയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തൻ്റെ ചുറ്റും നിൽക്കുന്ന ജനങ്ങളെ ഒന്നും നോക്കാതെ കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റുന്നത് കാണണം. ശിശുക്കളോ ആയുസ്സു തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. എന്നിട്ട് കർത്താവ് അവനോട് പറയുന്നുണ്ട്, കർത്താവിനോട് അയാൾ നിലവിളിക്കുന്നുണ്ട്, കർത്താവ്, എൻ്റെ മകൻ മരിക്കുന്നതിന് മുൻപ് വരണമേ. യേശു പറയുന്നുണ്ട്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ചവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന വാർത്തയുമായി ഭൃത്യന്മാരെതിരെ വന്നു. ഇതാണ് കാര്യം. പറഞ്ഞല്ലോ, ഒരു കണക്ഷൻ ഭയങ്കരമാണ്. കർത്താവ് കാലങ്ങൾക്ക് മുൻപേ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ചെയ്ത വാഗ്ദാനം ഇങ്ങനെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. കർത്താവിന് അടുക്കലേക്ക് ഇങ്ങനെ വിശ്വാസത്തോടു കൂടെ ചെല്ലുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇങ്ങനെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയും അടയാളങ്ങൾക്ക് വേണ്ടിയും അവനെ അന്വേഷിച്ച് പോവാതെ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾക്ക് മാത്രം ഈശോയെ അന്വേഷിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്വസിച്ച് ചെല്ലുന്നവരെ അവൻ വെറും കൈയോടെ മടക്കില്ല എന്നുള്ളതാണ് വചനം പറയുന്നത്. കർത്താവിന് ദൂരങ്ങൾക്ക് മേൽ അധികാരമുണ്ടെന്ന്, സമയത്തിന് മേൽ അധികാരമുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ കാണിച്ചു തരും. അകലെ നിന്നുള്ളൊരൊറ്റ വാക്കുകൊണ്ടാണ് നിൻ്റെ മകൻ സുഖം പ്രാപിക്കും. എവിടെയോ കിടക്കുന്ന ഒരു കുഞ്ഞ് ഇവിടെ നിന്ന് കർത്താവ് വചനം പറയുമ്പോൾ സൗഖ്യപ്പെടുമെന്ന് പറയുമ്പോൾ, മരണത്തിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവിടെ അതുപോലെ തന്നെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? സമയത്തിന് മേലും ദൂരത്തിന് മേലും അധികാരമുള്ള എൻ്റെ കർത്താവിൻ്റെ പക്കലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേദനകളും ജീവിതങ്ങളുമായിട്ടൊന്ന് കടന്നു ചെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. നമുക്ക് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് ചെയ്തിട്ടുള്ള വാഗ്ദാനം നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലും നിറവേറുന്നത് കാണാൻ പറ്റും. നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അകന്നു പോകുന്ന കുഞ്ഞുങ്ങളെ, അൾത്താരയിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറി നടക്കുന്ന നമ്മുടെ പരിചയക്കാരെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മരണത്തിൽ നിന്ന് അവരെ തിരികെ എടുക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവിന് അവരെ തൻ്റെ പക്കലേക്ക് ആകർഷിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞതിന് മുന്നത്തെ ഞായറാഴ്ചയിൽ നമ്മൾ വായിച്ചതാണ് ഈ ഇങ്ങനെ ഒരു സമരിയാക്കാരി സ്ത്രീയെ തന്നിലേക്ക് ആകർഷിക്കുന്നത്. വേറെ ഏതോ വഴിയൊക്കെ പോകേണ്ടിയിരുന്ന കർത്താവ് കൃത്യമായിട്ട് ആ കിണറ്റിൻകരയിൽ വന്നിരുന്ന് ഈ സ്ത്രീയെ അവളുടെ പാപജീവിതത്തിൽ നിന്ന് തിരികെ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ കർത്താവ് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ മരണത്തിൽ നിന്ന്, മരണതുല്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തിരികെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. കാരണം ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും, വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ്സു തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ചവയുടെ ഫലം ഭക്ഷിക്കും. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ സമർപ്പിച്ച് ആ ശതാധിപൻ്റെ വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ നിറവേറണമേ. ഞങ്ങളുടെ ഇടയിൽ സ്വർഗത്തിൻ്റെ സൗഖ്യം നിറയട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ശരിക്കും സ്വർഗീയ ജീവൻ നിറയട്ടെ. ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ നാട്ടിലുമൊക്കെ അങ്ങയുടെ അനുഗ്രഹം നിറഞ്ഞു കവിയട്ടെ. ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹവും കർത്താവിൻ്റെ കരുതലും നിറയാനുമായിട്ടുള്ള പ്രാർത്ഥനയാണ് സമർപ്പിക്കുന്നത്. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചോ.
ഈ പരീക്ഷയ്ക്ക് പോയിരിക്കുന്ന മക്കൾക്ക് മറന്നു പോകുന്നൊരു ഉത്തരം പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ തെളിഞ്ഞു കിട്ടുക എന്ന് ഓർത്തിട്ടുണ്ടോ? അപകടത്തിൽ പെട്ടുപോകാമായിരുന്ന ഇടങ്ങളിൽ നിന്ന് പലതവണ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പോലും അറിയാത്ത വിധത്തിൽ നമ്മൾ തെന്നി മാറിയതെന്ന് ഓർക്കുന്നുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമായിരിക്കുന്ന മക്കള് തളർന്നും തകർന്നും പോകേണ്ടിയിരുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് പെട്ടെന്നൊരു പിടിവള്ളി കിട്ടിയതെന്ന് ആലോചിക്കുന്നുണ്ടോ? ഇതിനൊക്കെ പിറകിലായിട്ട് ഇങ്ങനെ മനം നൊന്ത് കരം വിരിച്ച് പ്രാർത്ഥിക്കുന്ന ആരുടെയൊക്കെയോ സ്നേഹമുണ്ടെന്നറിയാം. അവർ കർത്താവിൻ്റെ മുൻപിൽ കുമ്പിട്ടിരുന്നത് കിടന്നത് കൊണ്ടും കരങ്ങൾ വിരിച്ചത് കൊണ്ടും ലഭിച്ച അനുഗ്രഹങ്ങളായിരുന്നു ഇതെന്നറിയണം. അവന് ഓടി വന്ന് നമ്മളെ സഹായിക്കാനായിട്ട് സ്ഥലകാലങ്ങൾ പ്രശ്നമല്ലെന്ന്, ദൂരങ്ങൾ പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല. അങ്ങനെയുള്ളൊരു സർവശക്തനായ തമ്പുരാന്റെ കരങ്ങളിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടാവണം. അങ്ങനെയുള്ള എല്ലാവരെയും ഈശോയുടെ ആശീർവാദത്തിനായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൂരങ്ങൾക്ക് മേൽ അധികാരമുള്ള എൻ്റെ കർത്താവെ, സമയത്തിനു മേൽ അധികാരമുള്ള എൻ്റെ തമ്പുരാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ദൂരങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സമർപ്പിച്ച്, അത് അപ്പനാവാം, അമ്മയാവാം, മക്കളാവാം, സഹോദരങ്ങളാവാം, ചങ്ങാതിമാരാകാം, ആരും ആയിക്കൊള്ളട്ടെ, നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്ന ഓരോരുത്തരെയും ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവെ അവിടുത്തെ വചനം കൊണ്ട് സൗഖ്യപ്പെടുത്തണമേ എന്നും സംരക്ഷണം നൽകണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവരെ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്വസ്ഥമായ വിശ്രമത്തിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,